ബിജെപിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി മദ്യവും പണവും ഒഴുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആറ്റുകാലിലെ മേടമുക്കിലെ ബിജെപിയുടെ ഓഫീസിൽ നിന്നും 336 ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. അത് പിന്നീട് മനസ്സിലാക്കുന്നത് അവർ 6 ലിറ്റർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് കേസെടുത്തു എന്നാണ്. ഞാൻ നിയമനിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റാണ്. നിയമനിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ബിജെപിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി മദ്യവും പണവും ഒഴുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ തന്നെ ആറ്റുകാലിലെ മേടമുക്കിലെ ബിജെപിയുടെ ഓഫീസിൽ നിന്നും 336 ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. അത് പിന്നീട് മനസ്സിലാക്കുന്നത് അവർ 6 ലിറ്റർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് കേസെടുത്തു എന്നാണ്. എക്സൈസിന്റെ ജോയിന്റ് കമ്മീഷണർ ഇക്കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുമുണ്ട്. വ്യാപകമായ രീതിയിൽ പണവും മദ്യവും ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബിജെപി സ്ഥാനാർത്ഥിയും ബിജെപിയുടെ സംവിധാനവും ഇടപെടുകയാണ്. എക്സൈസും അതുപോലെ തന്നെ കേരള പോലീസും ഇതിനെതിരായി ഞങ്ങൾ നിരവധിയായ പരാതി ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ ഞാൻ നിരവധിയായ പരാതികൾ നൽകിയിട്ടുണ്ട്. ആ പരാതികൾ കേസെടുക്കുകയോ അന്വേഷിക്കുമെന്ന് പറയുന്നതല്ലാതെ ഇക്കാര്യത്തിൽ തുടർ നടപടികളൊന്നും സ്വീകരിക്കുകയോ നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഇക്കാര്യത്തിൽ പോലീസും അതുപോലെ തന്നെ എക്സൈസും ഈ രീതിയിൽ ശരിയായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഇക്കാര്യത്തിലൊരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഇടപെടാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ തന്നെ RMSൽ 4 വലിയ ബോക്സുകളിൽ ആണ് പണം ഇവിടെ എത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുപോയ കാറിന്റെ നമ്പർ സഹിതം ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ ഞാൻ പരാതി കൊടുത്തു. അത് പോലീസ് അന്വേഷിച്ചു. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ കൊണ്ടുപോയ കാറിന്റെ നമ്പർ പോലീസ് അന്വേഷിച്ചപ്പോൾ അത് കാറിന്റെ നമ്പറല്ല, അതൊരു സ്കൂട്ടറിന്റെ നമ്പർ ആയിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ച പരാതിയിൽ ഡൽഹിയിൽ അടക്കമുള്ള വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ച 100 കണക്കിനായ വാഹനങ്ങൾ തിരുവനന്തപുരത്ത് ബിജെപിക്ക് വേണ്ടിയിട്ട് ഓടുകയാണ്. വെള്ളാറ്, പൂങ്കുളം, പുഞ്ചക്കരി എന്നീ മേഖലകളിൽ ഇതുപോലെ തന്നെ വ്യാപകമായ രീതിയിൽ മദ്യം കൊണ്ടുപോവുകയും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ തന്നെ രേഖാമൂലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഇലക്ടറൽ ഓഫീസർക്കും ROയ്ക്കും നൽകിയ പരാതികളിൽ ഗൌരവപൂർണമായ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. മദ്യമൊഴുക്കിയും വ്യാപകമായി പണം വിതരണം ചെയ്തും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നതെങ്കിൽ അത് നിയമത്തിൽ നടക്കില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് അത് തടഞ്ഞുകൊണ്ട് ഒരു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഞങ്ങൾക്ക് നടത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഗൌരവ നടപടി സ്വീകരിച്ച് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ആറ്റുകാലിലെ മേടമുക്കിലെ ബിജെപി ബൂത്ത് ഓഫീസിൽ നിന്നാണ് ഈ മദ്യം പിടിച്ചിട്ടുള്ളത്. അത് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിക്കാണ്. എന്നാൽ മനസ്സിലാക്കുന്നത് 336 ലിറ്റർ മദ്യം എടുത്തു എന്നാണ്. വേറൊരു കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകളിൽ ഒന്ന് മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ബിജെപിയുടെ നേതാക്കന്മാരും പ്രാദേശികമായ ആളുകളും സ്കൂട്ടറുകളിൽ വന്ന് ആളുകളെ കൊണ്ട് നിർത്തി അവർക്ക് മദ്യം വാങ്ങി വിതരണം ചെയ്യുന്നൊരു സാഹചര്യം ഇന്നലെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പല സ്ഥലങ്ങളിലും എല്ലാ ഔട്ട്ലെറ്റുകളിലും ഇതുപോലെ ആളുകളെ കൊണ്ടുവന്ന് അവർ പൈസ കൊടുത്ത് മദ്യം വാങ്ങി വിതരണം ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇതിനകത്ത് ഇടപെടണമെന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനും. അതെ, അത് ഞങ്ങൾക്ക് കിട്ടിയ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടത്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഞങ്ങൾ പറഞ്ഞ കാറ് ഈ 4 ബോക്സിൽ, വലിയ ബോക്സിൽ RMSൽ പണം വന്നു എന്ന് പറഞ്ഞു. ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വാഹനത്തിന്റെ കാറിന്റെ നമ്പർ സഹിതം ഞങ്ങൾ കൊടുത്തു. അതിപ്പോൾ പരിശോധിച്ചപ്പോൾ സ്കൂട്ടറിന്റെ നമ്പറാണ്. അതിൽ നിന്നും ഇതിനകത്ത് ഞങ്ങൾക്കിപ്പോൾ പോലീസിന്റെ ഒരു ഇടപെടൽ ഞങ്ങൾക്ക് നടത്താൻ കഴിയില്ല.
ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞത്. അതെ, ഞങ്ങൾക്കത് തുറന്നു നോക്കാൻ കഴിയില്ല, അവരുടെ കയ്യിലല്ലേ. ഞങ്ങൾക്ക് കിട്ടിയ വ്യക്തമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നേരത്തെ തന്നെ പോലീസിനോട് സൂചന കൊടുത്തത്. അതിനു മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആസ്തിയെപ്പറ്റി, അദ്ദേഹത്തിന്റെ ഏകദേശം വരുന്ന 500 കോടിയോളം രൂപ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി അദ്ദേഹം മറച്ചുവെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുത്തത്. 17-ാം തീയതി അദ്ദേഹം അവിടെ 5,80,000 രൂപ ബാംഗ്ലൂർ മുനിസിപ്പാലിറ്റിയിൽ കരമടച്ചു. ആ അദ്ദേഹം അടച്ച കരമടച്ച വസ്തു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം മറച്ചുവെച്ചു. അക്കാര്യത്തിൽ തന്നെ ഞങ്ങൾ അപ്പം തന്നെ പരാതി കൊടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ആറോടെ മുന്നിൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 2 മണിക്കൂർ കഴിഞ്ഞ് ഹിയറിംഗ് നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത്. അപ്പോൾ അന്നു മുതൽ, നോമിനേഷൻ കൊടുക്കുന്നത് മുതൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 24 മണിക്കൂറാകുന്ന ഈ നിമിഷം വരെ ഈ തെരഞ്ഞെടുപ്പിനെ വ്യാജമായ രീതിയിൽ പണവും മദ്യവും മറ്റും ഉപയോഗിച്ചും തെറ്റായ വിവരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു വിവരം, പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിടാൻ പോയ ആളുകൾ, ആ പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിടാൻ പോയ ആളുകളോട് അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്ന് കൈകാൽ കഴുകി തിരിച്ച് അമ്പലത്തിൽ കയറുന്നതിന് മുന്നോടിയായി BJP പ്രവർത്തകർ ഇന്ന് അവിടെ നിന്ന് BJPക്ക് വോട്ട് ചെയ്യണം, അതാണ് ഇതാണെന്ന് പറഞ്ഞ് തനി വർഗീയത പരശുരാമ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അന്ന് രാവിലെ കിട്ടിയ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ളത് എനിക്ക് കിട്ടിയ വിവരമാണ്. അത് ഞാൻ സ്ഥാനാർത്ഥിയോട് പങ്കുവച്ചിട്ടില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ രീതിയിൽ വ്യാപകമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഇതിനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തിലെ പോലീസ് എക്സൈസ് സംവിധാനവും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ആ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിട്ടിട്ട് തിരിച്ചു വരുന്ന ആളുകളോട് അവിടെ ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലല്ലോ. അവിടെ വെച്ച് ഈ തിരിച്ചു വരുന്ന ആളുകളോട് ഒരു വർഗീയമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും അവരോട് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ പോവുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകും. അതിലേക്ക് ഞങ്ങളിപ്പോൾ തയ്യാറാവുന്നില്ല. ഞങ്ങളിപ്പോഴും കേരളത്തിലെ സംവിധാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടന അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇപ്പോഴും ആത്മസംയമനം പാലിക്കുകയാണ്. അടിയന്തരമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക.